സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങളവിടെ ഒരു ആശുപത്രിയിൽ 45 ദിവസത്തെ ചികിത്സ ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് വളരെ ഫലപ്രദമായിരുന്നു. അവരുടെ കേസിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ലിനും ടെൻഡൻസിനും അതിൻ്റെ പുറമെയുള്ള മാംസത്തിനും സ്കിന്നിനും ഇഞ്ചുറി ഉണ്ടായിരുന്നു. എൻ്റെ പേര് സജി. ഞങ്ങൾ കോന്നി അതിരിങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ സഹോദരൻ്റെ ഭാര്യയുമായിട്ടാണ് വന്നത്. അവർക്ക് ഒരു സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങളവിടെ ഒരു ആശുപത്രിയിൽ 45 ദിവസത്തെ ചികിത്സ ചെയ്തു. എന്നാൽ മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തപ്പെട്ടത്. ഇവിടെ വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് വളരെ ഫലപ്രദമായിരുന്നു. ഇപ്പോൾ മുറിവൊക്കെ കരിഞ്ഞ് കാലുകുത്തി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ നടക്കാൻ തുടങ്ങി. യാതൊരു പ്രോബ്ലവുമില്ല. ഞാൻ ഡോക്ടർ സാനിയ സലീം, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ, KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഈ പറഞ്ഞ പേഷ്യൻ്റ് ആക്ച്വലി അവർക്കൊരു ആക്സിഡൻറ്റിന് ശേഷം കാലിലെ എല്ലിനും പൊട്ടലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ടെൻഡൻ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കാലിൻ്റെ മുകളിലുള്ള മാംസവും സ്കിന്നിനും ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പം അവർ ആദ്യമേ പോയ ഹോസ്പിറ്റലിൽ ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ല് ഫിക്സ് ചെയ്തു, ടെൻഡൻ ഫിക്സ് ചെയ്തു. പക്ഷേ ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം അവരുടെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഏകദേശം 40-45 ദിവസത്തോളം അവിടെ ഡ്രസ്സിങ് ചെയ്തു. പക്ഷേ അത് ഉണങ്ങിയില്ല. അവരുടെ കേസിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ലിനും ടെൻഡൻസിനും അതിൻ്റെ പുറമെയുള്ള മാംസത്തിനും സ്കിന്നിനും ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പം ഈ സ്കിന്നിൻ്റെ ഡിഫക്റ്റ്, അതായത് അത് ഒരു ഡിഫക്റ്റ് എന്ന് പറയും, ടെൻഡൻ്റെ മുകളിലെ മാംസം ഇല്ലായിരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ 42 ദിവസത്തോളം കഴിഞ്ഞു പോയത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളെ കാലിൻ്റെ താഴെയുള്ള സ്ട്രക്ചേഴ്സിലോട്ട് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ്, അതായത് ഒരു കോമ്പൗണ്ട് ഇഞ്ചുറിയാണ്, അതായത് 2-3 സ്ട്രക്ചേഴ്സ് നമ്മളെ കാലിലോ കയ്യിലൊക്കെ ഇഞ്ചുറി വരുവാണെങ്കിൽ നമ്മളെ ഓർത്തോപീഡിഷ്യൻ നമ്മുടെ ബോൺ ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജൻ ടെൻഡൻ ഫിക്സ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ സ്കിന്നും അതിൻ്റെ താഴെയുള്ള മാംസവും അഡ്രസ്സ് ചെയ്ത് പൂർണ്ണമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് നടക്കാനും നമ്മളെ മുറിവുകൾ ഉണങ്ങാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് 2 ആഴ്ച കൊണ്ട് ഉണങ്ങേണ്ടതാണ്. അപ്പം 2 ആഴ്ചയായിട്ടും നമ്മളെ കാലിലോ കയ്യിലോ ഒക്കെ ഉണ്ടായ മുറിവ്, ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടായ മുറിവുകൾ ഉണങ്ങുന്നില്ലെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് സർജൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക.